ഈ ഓൺലൈൻ മദ്രസയൊക്കെ വന്നതോടുകൂടി അതൊക്കെ പോയി. 10 മറിച്ചിടുമ്പോ നിങ്ങൾ ഇത് പറഞ്ഞാൽ ലാസ്റ്റ് അതുകൊണ്ടാണ് ഇത് ആരും പറയാത്തത്. ഏതെങ്കിലും അതാരും ശല്യമൊന്നുമില്ലാണ്ട് ഒന്ന് ഒറ്റയ്ക്ക് ജമാഅത്ത് എങ്കിൽ സ്വഭാവത്തിന് നല്ല ചടക്കവും വെളിച്ചവും ഉണ്ടാകുമെന്ന് ഇമാം ഫാഖിഹി പറയുന്നുണ്ട്. വലിയ മുസ്ലിം അവിടുത്തെ വർക്കത്തോട് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരണം. നാലാമത്തെ നന്മയുടെ തട്ടിൽ വലിയ ഭാരമുള്ള ഒരു അമലാണ് കുടുംബബന്ധം ചേർന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ആപത്ത് രക്ഷപ്പെടും. കുടുംബബന്ധം ചേർക്കുന്ന ആളുടെ അമല് നന്മയുടെ തട്ടിൽ വെച്ചാൽ നന്മയുടെ തട്ടിൽ വലിയ ഭാരമാണ്. പ്രത്യേകിച്ച് മസൂസക്കാസ്താനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ എന്റെ അത്ഭുതം. ഞാനിപ്പോ തടിയുടെ ആ ചോപ്പൊക്കെ ഉണ്ട് വിചാരിച്ചത്. എനിക്ക് അങ്ങനെ ഭയങ്കര ഡീപ്പ് വ്യക്തിബന്ധമൊന്നുമില്ല. മിക്കപ്പോഴും രാത്രി വയത് കഴിഞ്ഞിട്ട് മറ്റേ വെസ്റ്റ് കോസ്റ്റിനോ മംഗളക്കൊക്കെ കാസർഗോഡോ മംഗലാപുരത്തോ കാത്തുക്കുമ്പോ മിക്കവാറും സ്ഥലത്ത് പലപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നില്ല. ആരോടായാലും എന്നോടൊക്കെ വന്നപ്പോഴായിട്ടുണ്ട് എന്നല്ല, ആരോടായാലും കൂടുതൽ നേരം ഇടപെടായി പഠിക്കുന്ന ഒരു സ്വഭാവമല്ല ഉസ്താദിന്റെ. ഇത്രയും നല്ല വയസ്സ്, ആകെ 41 വയസ്സ് കഴിഞ്ഞു. ഞാനത് ഇട്ടിട്ട് നമ്മളെക്കാൾ കുറച്ച് വയസ്സറിയല്ലോ. ചെറിയ ചെറിയ പ്രായം, മക്കളൊക്കെ ചെറിയ 3 ആൾക്കാർ. പെണ്ണന്മാർക്കൊക്കെ റമദാനിൽ കൊടുക്കുന്ന സംഖ്യയും സ്വതക്കൊക്കെ നേരത്തെ കൊടുത്തിട്ട് ആദ്യക്കാക്കി ഇപ്പോഴേ തന്നെ ചിലവും തമാശക്ക് പറഞ്ഞ പോന്നേക്കണം. കുട്ടികളുടെ ഫീസൊക്കെ നേരത്തെ അടിച്ചു ഒന്നിച്ചുള്ള മുതലിസിന് വീട് എടുത്തു കൊടുക്കുന്ന ഉസ്താദിന്റെ കെയർ ഓഫിൽ തന്നെ രഹസ്യമായിട്ട് ഒരു 20,000 കടന്നു വെച്ച് 50,000 കടം നടക്കുന്നത് എല്ലാം ഒരുമിച്ച് പോയാൽ മതി. എന്തൊരു ജീവിതം! ആ അതുപോലത്തെ ജീവിതമാണ് അവിടുത്തെ ജീവിതം. സ്വർഗപ്പുറത്തോപ്പാകട്ടെ. അവിടുത്തെ ജീവിതം ഭാരതത്തിലെ ജീവിതം സന്തോഷത്തിലാകട്ടെ. എല്ലായിടത്തും അതിനുശേഷം ഞാൻ ഫീൽ ചെയ്തൊരു സംഭവം പറഞ്ഞാൽ ഞാനിപ്പോ ഇന്നലെയും ഇന്നും മുഹമ്മദ് അലി കടപ്പുറം എന്ന് പറഞ്ഞാൽ കോഴിക്കോടത്തെ കടപ്പുറത്താണ് ഈ പ്രഭാഷണം. ഇന്നലെയും എന്നോട് പറയും കഴിഞ്ഞ വർഷം മസൂദ് ഇന്ന് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോഴും ഡ്രൈവർ പറഞ്ഞു ഇവിടെയും മസൂദ് വരാറുണ്ട്. എല്ലായിടത്തും അവിടുത്തെ പരമാവധിയാണ്. അല്ലാഹു അതൊക്കെ സ്വീകരിച്ച് സ്വർഗ്ഗാക്കട്ടെ. നമ്മളൊക്കെ കുടുംബം നല്ല നമ്മുടെ അനുജന്മാരോടൊക്കെ നല്ല ബന്ധമുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ അനുജനായിട്ട്